എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഏകാദശി വിളക്കുകൾ നടക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ അതിവിശിഷ്ടമായ കുട്ടികളുമായി ബന്ധപ്പെട്ട അതിവിശിഷ്ടമായ ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും ധാരാളമായിട്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും വാരി വാരി എടുത്ത് കുട്ടികളെ ഊർജ്ജസ്വലരാക്കുന്ന ഒരു വഴിപാടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. ആ വഴിപാടിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ശിവേലിപ്പുരയിൽ കൊടിമരത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു വലിയ ചെമ്പ് നിറയെ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും അതിൻ്റെ കൂടെ കടുകും ഉണ്ടാവും. കുട്ടികൾ ധാരാളമായിട്ട് ഇവിടെ വന്നിട്ട് ഈ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും ഇങ്ങനെ വാരി കളിക്കുന്നുണ്ടാവും. ആ ചെമ്പിനകത്ത് ധാരാളമായിട്ട് നാണയങ്ങളും ഉണ്ടാവും. പലരും ചോദിക്കും, പലരും ആലോചിക്കും, ഇത് എന്ത് വഴിപാടാണ് എന്ന്, അല്ലെങ്കിൽ ഇത് എന്താണ് സംഗതി എന്ന്. നമുക്കറിയാം, പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ വിഭവങ്ങളിൽ ഒന്നാണ് കുന്നിക്കുരു. വാലെഴുതി കണ്ണിട്ട അതിമനോഹരമായ സുന്ദരമായ ഒരു വിഭവമാണ് കുന്നിക്കുരു. അപ്പൊ കുന്നിക്കുരുവിനോടൊപ്പം തന്നെ മഞ്ചാടിക്കുരു, ആ ചുവപ്പിന്റെ ഭംഗി, അതേപോലെ കടുക് പോലെ കുട്ടികൾ തുള്ളാൻ വേണ്ടിയിട്ട്, കടുക് നിലത്തേക്ക് ഇട്ടാൽ ഇങ്ങനെ തുള്ളും, കടുക് വറുത്തിട്ടാലും അത് കടുക് വറുത്ത മാതിരി എന്ന് പറയും. അപ്പൊ കുട്ടികൾക്ക് വികൃതി കൂടുന്നതിന്, കുറുമ്പ് കൂടുന്നതിന്, കുസൃതി കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണ് കുന്നിക്കുരു വാരിയിടൽ. അതിനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വഴിപാട് ലിസ്റ്റിലൊന്നും ഇതുണ്ടാവില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, വഴിപാട് ലിസ്റ്റ് പരിശോധിച്ചാൽ ആ വഴിപാട് ലിസ്റ്റിലൊന്നും കുന്നിക്കുരു വാരിയിടുന്ന വഴിപാടുണ്ടാവില്ല. പക്ഷെ ധാരാളമായിട്ട് ആളുകൾ, തൊഴാൻ വരുന്ന ആളുകൾ കുട്ടികളെ കൊണ്ട് കുന്നിക്കുരു വാരിയിടിക്കുകയും അങ്ങനെ കുട്ടികൾ കൂടുതൽ മിടുക്കന്മാരാവാൻ വേണ്ടിയിട്ട്, ഡൈനമിക് ആവാൻ വേണ്ടിയിട്ട്, കുസൃതിക്കാരാവാൻ വേണ്ടിയിട്ട്, ഊർജ്ജസ്വലരാവാൻ വേണ്ടിയിട്ട് ആണ് ഈ വഴിപാട് നടത്തുന്നത്. ഈ വഴിപാടിനെ കുറിച്ചിട്ട് ഒട്ടേറെ രസകരങ്ങളായ കഥകളുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഈ കുന്നിക്കുരു വയ്ക്കുന്നുണ്ട്. പക്ഷെ പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമേ കുന്നിക്കുരു വച്ചിരുന്നുള്ളൂ. അപ്പോൾ ഈ കുന്നിക്കുരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ രസകരമായ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ കുന്നിക്കുരു ഉച്ച സമയത്ത്, ക്ഷേത്രത്തിൽ ആളില്ലാത്ത സമയത്ത് ക്ഷേത്രത്തിൽ കളിക്കുന്ന കുട്ടികൾ ഈ കുന്നിക്കുരുവിൻ്റെ ചെമ്പിൽ നിന്ന് ചെറിയ നാണയങ്ങളൊക്കെ കൈക്കലാക്കിയിട്ട് അവർ പുറത്ത് പോയിട്ട് മിഠായി വാങ്ങും. മിഠായി വാങ്ങിയിട്ട് ഈ കുന്നിക്കുരു പാത്രത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയ മിഠായി, 4 മിഠായി വാങ്ങിക്കഴിഞ്ഞാൽ 3 എണ്ണം ഈ 3 കുട്ടികൾ കഴിക്കും, ഒരെണ്ണം ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് ഭണ്ഡാരത്തിലിടും. അങ്ങനെ ഇതൊരു സ്ഥിരം പതിവായി കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ ഇത് കണ്ടിട്ട് അവർ നേരെ പോയിട്ട് മാനേജരോട് പറഞ്ഞു, ഇതാ അങ്ങനെ കുട്ടികൾ കുന്നിക്കുരു പാത്രത്തിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം മാനേജർ നോക്കിയപ്പോൾ ശരിയാണ്. അദ്ദേഹം ഇവരെ വിളിച്ചിട്ട് അവർക്കൊരു ശിക്ഷ കൊടുത്തു. ചെറിയ കുട്ടികളല്ലേ, ശിക്ഷ കൊടുത്തു. നിങ്ങൾ 7 പ്രദക്ഷിണം ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും 7 പ്രദക്ഷിണം ഓടാൻ പറഞ്ഞു. കുട്ടികൾ, ഈ 3 കുട്ടികൾ പ്രദക്ഷിണ വരിയിലൂടെ ഇങ്ങനെ ഓടാൻ തുടങ്ങി. ഓരോ ട്രെയിനിങ് തിരിയുമ്പോഴും മാനേജർ നോക്കുമ്പോൾ 4 കുട്ടികൾ, 3 കുട്ടികളാണ് ഓടാൻ പറഞ്ഞത്, പക്ഷെ 4 കുട്ടികളുണ്ട്. നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ മുടിയിൽ മയിൽപ്പീലിയും കാണാം. അപ്പൊ അദ്ദേഹത്തിന് എന്താ ഇതിങ്ങനെയെന്ന് പല വട്ടമായി അദ്ദേഹം ശ്രദ്ധിക്കണം. അപ്പൊ നോക്കുമ്പോൾ പറയണത് എന്താ വെച്ചാൽ, അതിലൊരാൾ ഗുരുവായൂരപ്പനാണത്രേ. കാരണം എന്താ വെച്ചാൽ, ഈ കുട്ടികള് കളവായിട്ട് ഇതിൽ നിന്ന് എടുത്ത പൈസ കൊണ്ട് വാങ്ങിയ മിഠായി ഗുരുവായൂരപ്പനും കഴിച്ചുല്ലോ. അപ്പൊ ഈ ശിക്ഷ ഗുരുവായൂരപ്പനും വേണമല്ലോ. അതുകൊണ്ടാണ് കണ്ണനും ഈ കുട്ടികളുടെ കൂടെ ഓടിയത് എന്ന് വളരെ രസകരമായ കഥയുണ്ട്. അപ്പോ കുട്ടികൾ കുന്നിക്കുരു വാരുമ്പോൾ ഈ കുട്ടികൾക്കൊപ്പം കണ്ണനും ഉണ്ടാകും എന്നാണ് പറയുന്നത്. വേറൊരു രസകരമായ കഥ ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ കുന്നിക്കുരുമാല എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ധനാഢ്യനായ വളരെ ജന്മിയായിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ധനത്തിന്റെ പ്രഭാവം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ആനയെ നടയിരുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു ആനയെ കൊണ്ട് നടയിരുത്തി. ആനയെ നടയിരുത്തുമ്പോൾ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയെ നടയിരുത്തുമ്പോൾ നമുക്കറിയാം, കൊടിമരത്തറയില് അരിമാവ് കൊണ്ട് അണിഞ്ഞ് വെള്ളയും കരിമ്പടവും വിരിച്ച് അതിന്റെ മേലെ ഈ ആനക്കുട്ടിയെ ഇരുത്തിയിട്ട് അതിന്റെ ചെവിയില് മേൽശാന്തി നാമകരണം നടത്തും, തീർത്ഥം തളിക്കും, ആനക്കുട്ടിയുടെ നെറ്റിയില് കളഭണിയിക്കും. അങ്ങനെയാണ് സാധാരണയായിട്ട് ആന ഇരുത്തുന്നത്. അപ്പൊ ആന ഇരുത്തുന്നതിനിടയ്ക്ക് ഒരു കുന്നിക്കുരു ഈ വെള്ളയും കരിമ്പടവും വിരിച്ചതിന്റെ അടിയിൽ പെട്ടിട്ട് ആന ഇരുന്നപ്പോൾ അത് ചതഞ്ഞുപോയി. അപ്പോൾ ആന ഇരുത്തിയിട്ട് ഗുരുവായൂരപ്പന് ഇഷ്ടമായില്ലേ എന്ന് നോക്കിയിട്ട് രാശി വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പന് തൃപ്തിയായില്ല എന്ന് മാത്രമല്ല, ചെറിയൊരു അതൃപ്തി ഉണ്ടെന്ന് കണ്ടു. അപ്പൊ അതൃപ്തി അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, അദ്ദേഹത്തിന് ഏതോ ഭക്ത സമർപ്പിച്ച കുന്നിക്കുരു ഈ ആന ചവിട്ടിയിട്ട് ചതഞ്ഞെറിഞ്ഞു പോയതിലുള്ള ദുഃഖമാണ്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ മഹാപ്രഭുവായിട്ടാണ് ആളുകൾ കാണുന്നത്.
അപ്പൊ മഹാപ്രഭുവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാഴ്ചവെക്കുക എന്നുള്ളത്, എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് സമർപ്പിക്കുക എന്നുള്ളത് ഒരു പതിവാണ്. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രം വിശേഷപ്പെട്ട വിഭവങ്ങൾ ചക്ക, മാങ്ങ, ചേന, കുമ്പളങ്ങ, വെള്ളരിക്ക എന്ന് വേണ്ട വീട്ടിൽ ആദ്യമായിട്ടുണ്ടാകുന്ന വിഭവങ്ങളൊക്കെ ഗുരുവായൂരപ്പന് സമർപ്പിക്കും. കോടി കായ്ക്കുക എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാകുന്ന സാധനങ്ങൾ ഗുരുവായൂരപ്പന് കൊടുക്കുക, ഏറ്റവും നല്ല സാധനങ്ങൾ ഗുരുവായൂരപ്പന് കൊടുക്കുക എന്നുള്ളതൊക്കെ ആളുകളുടെ ഒരു ശീലമാണ്. അപ്പൊ ഒരു മഹാപ്രഭു എന്നുള്ള സങ്കല്പത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ മറ്റൊരു കഥയുണ്ട്. ഈ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ അകമഴിഞ്ഞ ഭക്തനായിരുന്നു, വലിയ ജന്മിയായിരുന്നു. അദ്ദേഹമാണ് ഭാഗവതം ഇന്ന് കാണുന്ന രീതിയിൽ ഭാഗവത സപ്താഹം ആരംഭിച്ചത് കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിയാണ്. അപ്പൊ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിക്ക് കിട്ടുന്ന ധനം മുഴുവൻ അദ്ദേഹം സപ്താഹം നടത്തിയിട്ടും അല്ലാതെയും ദക്ഷിണയായിട്ടും കിട്ടുന്ന പണം മുഴുവൻ കൊണ്ടുവന്നൊരു തോർത്തുമുണ്ടലാക്കിയിട്ട് ഗുരുവായൂരപ്പന് സമർപ്പിക്കും. അദ്ദേഹത്തിന് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. ഗുരുവായൂരപ്പന്റെ അടുത്ത് ഭജിച്ച് ഇങ്ങനെ കൂടും, ഊണ് ഗുരുവായൂരിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കഴിക്കാം. കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഏക ആവശ്യം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും താടിയും മുടിയും വെട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണം അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കുന്നിക്കുരു പാത്രത്തിൽ നിന്ന് എടുക്കും. അപ്പൊ ഇതും ഇതേപോലെ നേരത്തെ സംഭവിച്ച പോലെ ആരോ പരാതിയായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, മാനേജറുടെ അടുത്ത് പറഞ്ഞു. മാനേജർ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, തിരുമേനി ഇങ്ങനെ കേൾക്കണ്ടല്ലോ, അങ്ങ് പൈസ എടുക്കണമെന്ന് കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്രേ ഞാനും ഗുരുവായൂരപ്പനും തമ്മിൽ ഭാഗം പിരിഞ്ഞു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണത്, ഇനി അത് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു അത്രേ. അപ്പോ അദ്ദേഹം വിചാരിച്ച് ഗുരുവായൂരപ്പന്റെ സ്വത്തെല്ലാം എന്റെ സ്വത്ത്, എനിക്കുള്ളതെല്ലാം ഗുരുവായൂരപ്പന് എന്ന് കരുതിയ വളരെ നിസ്വനായ ഒരു ഭക്തനായിരുന്നു അദ്ദേഹം. അപ്പോ ഗുരുവായൂരപ്പന് ഓരോ സാധനങ്ങൾ സമർപ്പിക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ തിരക്ക് പിടിക്കുകയാണ്. അപ്പൊ അങ്ങനെ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് പിന്നെ ഏറ്റവും പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും ചെറുതും മനോഹരവുമായ വിഭവം, ആ വിഭവമാണ് കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും. ആ മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും സാധാരണ സമർപ്പിക്കുന്നത് ഇത്തരത്തിൽ ഏറ്റവും പിന്നെ മറ്റൊന്നും സമർപ്പിക്കാനില്ലാത്തവരാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് കുന്നിക്കുരു എന്ന് പറയുന്നത്. മഹാകവി പി കുഞ്ഞിരാമൻ നായർ ഈ കുന്നിക്കുരുവിനെയും മഞ്ചാടിക്കുരുവിനെയും കുറിച്ചിട്ടൊക്കെ കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പനെ എങ്ങനെ കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും ഭക്തന്മാരുടെ കാലിൽ പറ്റിപ്പിടിച്ച് പ്രദക്ഷിണം ചെയ്യുകയാണെന്നാണ് കുഞ്ഞിരാമൻ നായരുടെ മഹാകവി പിയുടെ വരികൾ. അപ്പോ ഏതായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റൊരിടത്തും ഇല്ലാത്ത വിധത്തിൽ സവിശേഷമായ ഈ കുന്നിക്കുരു, മഞ്ചാടിക്കുരു, കടുക് ഇതിന്റെ മാഹാത്മ്യമാണ് ഇത്തവണ പറഞ്ഞത്. നിങ്ങൾ ഈ ഗുരുവായൂർ ഡിലൈറ്റ്സ് ചാനൽ കാണുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.